ഈ വിഷയത്തിൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും ആവശ്യമായ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. 4.5 മാസം പ്രായമായ കുഞ്ഞ് മരിച്ച കേസിലാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള 23-കാരിയായ ഷഹസാദി ഖാന്റെ വധശിക്ഷ UAE-യിൽ നടപ്പാക്കിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 15-ന് വധശിക്ഷ നടപ്പാക്കിയെന്നാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഷഹസാദി ഖാന്റെ പിതാവാണ് വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അതിനാവശ്യമായ നിർദ്ദേശം കോടതി നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞതായി UAE അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ചുനാൾ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഷഹസാസ് എന്ന് പറഞ്ഞൊരു യുവതിയെ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്നൊക്കെ, UAE-യിൽ വെച്ചിട്ട് തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തോന്നി. ഈ റമദാൻ മാസത്തിൽ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, വല്ലാത്ത വിഷമം തോന്നി. എന്താ പറയുക എന്ന് പറഞ്ഞാൽ UP സ്വദേശിയായിരുന്നു, അബുദാബി ജയിലിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് UP സ്വദേശി എന്താ പറയുക, മനുഷ്യക്കടത്തിൽ പെട്ട് കൊണ്ടുപോയതാണ്. എന്താ ജോലി നൽകാമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കൊരു കൊണ്ടുപോയതാണ്. പക്ഷേ എന്താ പറയുക, വല്ലാത്തൊരു വേദനാജനകമാണ്. അവരെ പറ്റിക്കപ്പെടുകയായിരുന്നു. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അവരെന്തോ വേറെന്തോ ജോലി ചെയ്യുന്ന സമയത്ത് എന്തോ തീപ്പൊള്ളലേറ്റിട്ട് അങ്ങനെ പ്രശ്നങ്ങളായതാണ്. അപ്പോൾ പൊള്ളൽ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളിക്കാരി അത് ശരിയാകും, അതുപോലെ തന്നെ ഉമ്മാനും വാപ്പാനും നോക്കാനും ഒരു ഇതാകും എന്നൊക്കെ ഉള്ളൊരു ഇത് കേൾക്കുമ്പോൾ, പ്രാരാബ്ദങ്ങൾക്കിടയിൽ ആരെങ്കിലും ഒരു സഹായം ഹെൽപ്പായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പോവും. ജോലി ചെയ്യുന്ന സമയത്ത് തീപ്പൊള്ളലേറ്റാണ്. അപ്പോൾ അതിന്നൊക്കെ പുള്ളിക്കാരിക്ക് എന്തായാലും ഒരു പെണ്ണല്ലേ, ഇതിന്നൊക്കെ മാറുന്നുള്ളൊരു തോന്നുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നും. എങ്ങനെയും കുടുംബം നോക്കണം, അതുപോലെ പ്രായമായ ഉമ്മയും ഉപ്പയാണ്, അവരെ നോക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് ഈ മോള് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ ഒരു ജോലി തരാമെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പോകുന്നത്, ഇയാളുടെ കൂടെ പോകുന്നത്. അങ്ങനെയാണ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഈ പെൺകുട്ടി പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ജോലി ചെയ്യുക, അതുപോലെ എനിക്ക് എൻ്റെ ഈ ഇതൊക്കെ ചികിത്സിച്ച് മാറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ അയാൾ സമ്മതം നൽകി. അങ്ങനെയാണ് ഈ പുള്ളിക്കാരി പോകുന്നത്. ഈ പുള്ളിക്കാരിയെ കൊണ്ടുപോയിട്ട് ഷഹസാദ് അവിടെ പറ്റിക്കപ്പെടുമായിരുന്നു, മനുഷ്യക്കടത്തിൻ്റെതായിരുന്നു എന്നുള്ളത് പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മനുഷ്യക്കടത്തായിരുന്നു. ലാസ്റ്റ് ഒരു അറബി കുടുംബത്തിൽ ഈ ഷഹസാസിനെ ജോലിക്ക് നിർത്തുകയാണ്. അവിടെ 4 മാസമായ കുഞ്ഞിനെ നോക്കാനായിരുന്നു അവിടെ നിർത്തുന്നത്. അപ്പോൾ ആ കുഞ്ഞ് ഒരു ദിവസം മരണപ്പെടുകയാണ്. ആ കുറ്റം ഷഹസാസിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുകയും അവളെ അറസ്റ്റ് ചെയ്യുകയാണ്. തന്നെ അവിടുത്തെ കോടതി തൂക്കിലേറ്റാൻ വിധിയാകണം. അപ്പോൾ അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉപ്പാനോട് സംസാരിക്കണം എന്ന് അവസാനമായിട്ട് പാവം പറയണം. അങ്ങനെ ഉപ്പാനോട് സംസാരിക്കുകയാണ്. ആ ഉപ്പ ഭയങ്കര സങ്കടത്തോടു കൂടി സംസാരിക്കണം. ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഒരുപാട് സങ്കടം തോന്നുന്നു, ഒരുപാട് വേദന തോന്നുന്നു. ഒരു ജോലി എൻ്റെ ഉപ്പാനും ഉമ്മാനും നോക്കണം എന്നുള്ള ആ ഒരു ഇതോടുകൂടി പോയിട്ട് മരണം വാങ്ങിക്കേണ്ട ആ ഒരു ഗതികേട്, അവളെ കൊണ്ടുപോയി പറ്റിക്കപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം, ഒരുപാട് വിഷമം തോന്നുന്നു. അപ്പോൾ ആ ഉപ്പാനോട് ആ പൊന്നുമോൾ പറയുന്നത്, എനിക്ക് ജീവിക്കുമോ എന്താണെന്നൊന്നും അറിയില്ല, ഇത് എൻ്റെ അവസാനത്തെ കോളായിരിക്കും എന്നൊക്കെയാണ് ആ ഉപ്പാനോട് പറയുന്നത്. ഒരുപാട് വിഷമത്തോടു കൂടി ഉപ്പാനോട് അങ്ങനെ പറയണം. അങ്ങനെ ഉപ്പ ഈ മോളെ കാണാൻ വേണ്ടി UAE-യിലോട്ട് വരികയാണ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ആ പൊന്നുമോളെ മരിച്ചിട്ടാണ് ആ ഉപ്പാക്ക് കാണാൻ കഴിയുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് സങ്കടം തോന്നി ആ ഒരു ന്യൂസുകളിലൊക്കെ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അപ്പോൾ ആ പൊന്നുമോൾ പറഞ്ഞതുപോലെ തന്നെ വെറും 33 വയസ്സായ ഒരു മോളായിരുന്നു. അപ്പോൾ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത്, വധശിക്ഷയായിരുന്നു അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും ന്യൂസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരട്ടെ, കണ്ടു നോക്കൂ. ഒക്കെ നടന്നിരുന്നു ഇന്ത്യയിൽ നിന്ന്. എന്താണ് ഏറ്റവും അവസാന അപ്ഡേറ്റ്? SKN ഈ വിഷയത്തിൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും ആവശ്യമായ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. 4.5 മാസം പ്രായമായ കുഞ്ഞ് മരിച്ച കേസിലാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള 23-കാരിയായ ഷഹസാദി ഖാന്റെ വധശിക്ഷ UAE-യിൽ നടപ്പാക്കിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 15-ന് വധശിക്ഷ നടപ്പാക്കിയെന്നാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഷഹസാദി
ഖാന്റെ പിതാവാണ് വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അതിനാവശ്യമായ നിർദ്ദേശം കോടതി നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞതായി UAE അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു. ഈ ഒരു ഫോൺ വിളിൻ്റെ പുറത്താണ് ഉപ്പ മോളെ ചെന്ന് കാണുന്നതും. പക്ഷേ എന്താ പറയുക, മരണപ്പെട്ട മോളെ കാണാനാണ് ആ ഉപ്പാക്ക് വിധി ഉണ്ടായത്. ഏകദേശം എന്താ പറയുക, റഹീമിൻ്റെ ഇതുമായിട്ട് ബന്ധമുള്ള ഒരു ഇതാണ്, അബദ്ധവശാൽ സംഭവിച്ചതാണ്. ഈ കുഞ്ഞിന് തലേ ദിവസം വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് വാക്സിൻ എടുത്തതിന് ശേഷം കുഞ്ഞ് വീട്ടിൽ വരികയും പരിചരിക്കുന്നതൊക്കെ ഷഹസാസാണല്ലോ. അങ്ങനെ പിന്നീട് ആ കുഞ്ഞ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ കുറ്റം ഷഹസാസിൻ്റെ തലയിൽ വരികയാണ് ചെയ്യുന്നത്. ഷഹസാസ് കൊന്നു എന്നാണ് പറയേണ്ടി വരുവാണ്. അപ്പോൾ എന്താ പറയുക, ഈ ഷഹസാസ് എങ്ങനെയാണ് ഇതായതെന്ന് ചോദിച്ചാൽ, ആദ്യം ഇവരുടെ ഒരുപാട് മർദ്ദിച്ചിരുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായിട്ട് ഒരാൾ ഗൾഫ് രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് പറയാവുന്നതിലപ്പുറമായിരിക്കും. അപ്പോൾ അവർ ഒരുപാട് ഉപദ്രവിച്ച് കാണും, ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചതിൻ്റെ പുറത്ത് ഷഹസാസ് പറയുന്നത് ഞാൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നത് എന്ന് പറയേണ്ടി വരികയാണ്. അത് അവളുടെ നിസ്സഹായ അവസ്ഥയാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരിക്കലും ഷഹസാസ് അല്ല ആ കുഞ്ഞിനെ കൊന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്തതാണെങ്കിൽ ആ കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളൊരു മരണകാരണം വ്യക്തമായേനെ. പക്ഷേ അത് അവിടെ നടന്നില്ല. ഷഹസാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യും, പിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായത്. ഏറെ സ്വപ്നങ്ങളോടുകൂടി എന്താ പറയുക, ഒരു ജോലി, എൻ്റെ ഉമ്മാനും ഉപ്പാനും നോക്കണം, അവർക്ക് നല്ലൊരു വീട് വെക്കണം എന്നൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടി ആ മോള് പോയതാണ്. പക്ഷേ അവൾക്ക് വന്നത് ഇങ്ങനെയുള്ളൊരു ദുർവിധിയാണ്. എന്താ പറയുക, ആ പൊള്ളലിൻ്റെ രൂപത്തിൽ ആ ഒരു വിധി അങ്ങനെ അവൾക്ക് വന്നു. ഇപ്പോൾ ഒരു ജോലിയിൽ പോയി ജോലി സ്ഥലത്ത് നിന്നും അവൾക്ക് കിട്ടിയത് തന്നെ അവൾക്ക് ഇനി സ്വർഗത്തിലെങ്കിലും അവൾക്ക് നല്ലൊരിടം ലഭിക്കട്ടെ, അത് ഷഹീദിൻ്റെ കൂലി ലഭിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. അവളുടെ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നും, വേദന തോന്നുന്ന ഒരു ഇതാണ്. എനിക്ക് ആ ന്യൂസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പ്രായമായൊരു ഉമ്മയും ഉപ്പയാണ്. അവർക്ക് എന്താണ് സഹിക്കാൻ കഴിയില്ല. അവർക്ക് ഒരു ഒറ്റ മോളാണ്. അവർക്ക് എന്താ പറയുക, ഒരു അത്താണിയായിരുന്നു, അതാണ് ഇല്ലാതായി പോയത്. എന്താ പറയുക, എല്ലാം വിധിക്ക് വിടുകയല്ലാതെ നമുക്കൊന്നും ഈ ഒരു നിമിഷത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു റമദാൻ മാസത്തിൽ പുണ്യം കൊണ്ട് ആ പൊന്നുമോൾക്ക് സ്വർഗം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യുക, ആ പൊന്നുമോൾക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക, റഹീമിന് രക്ഷിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇതുവരെ റഹീം പുറത്ത് വന്നിട്ടില്ല. പക്ഷേ റഹീമിന് സഹായത്തിന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് സഹായിക്കാനോ ഇവൾക്ക് വേണ്ടി സംസാരിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. അതെല്ലാം പുറത്ത് വരുമ്പോഴേക്കും ഈ പൊന്നുമോളുടെ ഉപ്പ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അധികാരികളെയൊക്കെ കണ്ട് എല്ലാം ഇതാവുമ്പോഴേക്കും അതിനുള്ള അവർക്ക് പണമില്ല, സാമ്പത്തികമായിട്ടൊന്നുമില്ല. അവരെ സഹായിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് തൂക്കുകയറേൽക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റഹീമിൻ്റെ ഇതും ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ വിധി പിന്നെയും മാറ്റിവെച്ചു എന്നറിയാൻ കഴിഞ്ഞു. റഹീമിനാണെങ്കിലും ഒരുപാട് ആളുകൾ ഇടപെട്ട് ഇങ്ങനെയെങ്കിലും വധശിക്ഷയെന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനും എന്തായാലും എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഈ റമദാൻ മാസത്തിൽ ദുആ ചെയ്യുമ്പോൾ എന്തായാലും അള്ളാഹു അത് സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഹീമിന് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഈ പൊന്നുമോൾക്കും സ്വർഗം കൊടുക്കട്ടെ. നാളെ നമ്മളെല്ലാവരും സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒത്തൊരുമിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ആ ഉപ്പാക്കും ഉമ്മാക്കും ക്ഷമ നൽകാനും അവരുടെ വേദനയിൽ നമുക്കും പങ്കുചേരാം. അതും കുറച്ച് പ്രായമുള്ള ഉപ്പയും ഉമ്മായുമാണ്. അവർക്കും എന്തുമാത്രം വേദന ഉണ്ടാവില്ലേ, നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ഈ ന്യൂസിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. എന്തായാലും എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക് പോയി നമുക്ക് വീണ്ടും കാണാം.